എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ, അതും 1 ഇയർ വാറണ്ടിയോടെ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു. ഓർഡറുകൾ സ്വീകരിക്കുന്നു. എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. PV അൻവർ വിഷയം അടഞ്ഞ അധ്യായമല്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അൻവർ UDFിൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അടൂർ പ്രകാശ് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടന്നുവരുന്നു. അൻവർ UDFിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അൻവർ UDFിന് തലവേദനയാകുമോ എന്ന ചോദ്യത്തിന് അതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാണെന്ന് അടൂർ പറഞ്ഞു. അൻവർ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആർക്കും മത്സരിക്കാമെന്നാണ് അടൂർ മറുപടി പറഞ്ഞത്. കോൺഗ്രസിൽ നിറയെ പ്രശ്നങ്ങളാണെന്ന് MV ഗോവിന്ദന്റെ പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഗോവിന്ദന്റെ പാർട്ടിയുടെ കാര്യം അദ്ദേഹം നോക്കട്ടെയെന്നും കോൺഗ്രസിന്റെ കാര്യം കോൺഗ്രസിന് നോക്കാനറിയാമെന്നും അടൂർ പ്രതികരിച്ചു. കഴിഞ്ഞ 9 വർഷത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF മുഖ്യ തിരഞ്ഞെടുപ്പ് പ്രചരണമാക്കുകയെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. നിലവിൽ നിലമ്പൂരിലും കേരളത്തിലും UDFിന് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. എല്ലാ വിഭാഗത്തിനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകും. പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ കുറ്റപത്രമാണ് വോട്ടർമാരുടെ മുൻപിൽ അവതരിപ്പിക്കുക. UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിനാൽ ശക്തമായി തിരിച്ചുവരുമെന്നും നല്ല ഭൂരിപക്ഷത്തോടെ നിലമ്പൂരിൽ വിജയിക്കുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. UDF തിരിച്ചുവരും, അതിനകത്ത് യാതൊരു സംശയവും ആർക്കും വേണ്ട. UDF എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ആ പ്രവർത്തന മേഖലയിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ 4 പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ, അതായത് ഓരോ ബൂത്തിലെയും ചെയർമാൻമാരും അതുപോലെ തന്നെ കൺവീനർമാരെയും വിളിച്ചു ചേർത്തുള്ള യോഗം നടന്നിരുന്നു. പക്ഷെ വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. എല്ലാവരും അതിൻ്റെ സാന്നിധ്യം കൊണ്ട് അത് എല്ലാവരും പ്രസക്തമായി തന്നെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും ഇന്നിപ്പോൾ 4 ഇടങ്ങളിൽ യോഗം വെച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുമ്പോട്ട് പോകുന്നത്. ഈ 9 വർഷത്തെ പിണറായി സർക്കാരിനെതിരെ വലിയൊരു പോരാട്ടം UDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാരിനെതിരെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് PV അൻവർ രംഗത്ത് വന്നിരിക്കുന്നു. ഈ 2 കൂട്ടർക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കേവലം 3 ദിവസം മാത്രം ബാക്കിയിരിക്കുമ്പോഴും ഒരു യോജിപ്പിലേക്ക് എത്താൻ കഴിയും. എന്തുകൊണ്ടാണ്? അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആർക്കും സ്ഥാനാർത്ഥിയാകാം. അത് ഒരു പാർട്ടി എന്നുള്ളതിനേക്കാൾ ഉപരിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, നിരവധി സ്ഥാനാർത്ഥികൾ വരും. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിണറായി ഗവൺമെന്റിനെതിരെയുള്ള 9 വർഷക്കാലത്തെ തെറ്റായ നയങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ആ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ തീർച്ചയായും ഞങ്ങളോടൊപ്പം യോജിച്ച് ഒരേ രീതിയിൽ തന്നെ വരാൻ കഴിയുന്ന എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം. നമ്മൾ ഇപ്പോൾ കൃത്യമായും പറയുന്നു, പിണറായി സർക്കാരിനെതിരെ യോജിക്കേണ്ട വോട്ടുകളെ യോജിച്ചാലേ നിലമ്പൂരിലെ സീറ്റടക്കം തിരിച്ചുപിടിക്കാൻ കഴിയുള്ളൂ. അതൊരു കേവലം ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു കൊടക്കഴി നിർത്താൻ പുതിയ സംസ്ഥാന ചെയർമാൻ ഒരു ബാധ്യതയില്ല. എന്തൊക്കെയാണ് ചെയർമാൻ എന്നത്? പരമാവധി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.